Meet the editors. ചോദ്യം ഇതാണ്: ബംഗാൾ പിടിക്കാനോ CAA? സുജയ, ഈ നിയമം പാസ്സാക്കി കഴിഞ്ഞ് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ ഈ വിഷയം ഇപ്പോൾ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. 14 പേർക്ക് നേരിട്ട് കൊടുത്തു കഴിഞ്ഞു. 300-ലധികം ആളുകൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ച് അവർക്കും ലഭ്യമാകുന്നു. ബംഗാളിലും അസാമിലും തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഘട്ടത്തിൽ ഇത് ബംഗാൾ പിടിക്കാനുള്ള നീക്കമാണോ? ഞാൻ മനസ്സിലാക്കുന്നത് CAA എന്നാൽ പൗരത്വ നിയമ ഭേദഗതി, അത് പൗരത്വം നൽകാനുള്ളതാണ് എന്നാണ്. അതിൽ ബംഗാൾ പിടിക്കുക എന്നൊരു ലക്ഷ്യം ഞാൻ ആ ഭേദഗതി വായിച്ചു നോക്കിയപ്പോൾ അതിൽ ഒരിടത്തും കണ്ടില്ല. അതുകൊണ്ട് തന്നെ അത് പൗരത്വ നിയമ ഭേദഗതി ഇല്ലാതാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞത് രാജ്യത്തെയും വിദേശത്തെയും, അതായത് പുറത്തുനിന്നും ഇക്കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ CAA നടപ്പാക്കാതിരിക്കാനായി നടക്കുന്ന എല്ലാത്തരം ശ്രമങ്ങളെയും, അത് നിയമപരമായ ശ്രമമായാലും അത് കോടതികളെ സമീപിച്ചിട്ടുള്ള ശ്രമമായാലും അങ്ങനെയുള്ള പലതരം ശ്രമങ്ങൾ, കലാപങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക സെമിനാറുകൾ, അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതേക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞത് കേരളത്തിൽ ഇടതുപക്ഷമാണ്. കോൺഗ്രസ് CAA കുറിച്ചൊന്നും പറയാത്തതിനെക്കുറിച്ചും വലിയ രീതിയിൽ ആരോപണം ഉയർന്നിരുന്നു. എന്തായാലും CAA ബംഗാൾ പിടിക്കാൻ എന്നുള്ളതല്ല CAAയുടെ പ്രധാന ലക്ഷ്യം എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അതായത് ആയിരക്കണക്കിന് അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുക എന്നത് തന്നെയാണ് CAAയുടെ ലക്ഷ്യം. അത് നരേന്ദ്രമോദി ഇന്ന് കൃത്യമായി പറയുന്നുണ്ട്. അത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ്. വിഭജനത്തിന്റെ ഇരകൾക്കാണ് പൗരത്വം നൽകുന്നത്. അത് വിഭജനത്തിന്റെ ഇരകൾ അത് ഏത് മണ്ഡലത്തിൽപ്പെട്ടവരാണ്, ആ മണ്ഡലത്തിൽ അതുമൂലം വോട്ട് കിട്ടുമോ എന്നത് നോക്കി നൽകാനുള്ള ഒരു പരിഷ്കാരമായോ അല്ലെങ്കിൽ ഒരു നിയമം നടപ്പാക്കലായോ ഞാൻ കരുതുന്നില്ല. എന്തായാലും തുടക്കത്തിൽ പൗരത്വം നൽകിയിരിക്കുന്നത് ബംഗാളിൽ നിന്നുള്ളവർക്കല്ല എന്നതും അങ്ങേക്ക് അറിയാമല്ലോ. രാജസ്ഥാൻ, UP, അസം എന്നീ 3 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഈ പൗരത്വ സർട്ടിഫിക്കറ്റ് കൈമാറിയിരിക്കുന്നത്. കൂടുതലും അപേക്ഷകരും ആ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. ഇതിൽ കൃത്യമായ സംവിധാനങ്ങളോട് കൂടിയാണ് ഈ പൗരത്വം നൽകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപേക്ഷകൾ പരിഗണിക്കുന്നത് ജില്ലാതല സമിതിയാണ്, അല്ലാതെ BJPയുടെ ജില്ലാ കമ്മിറ്റിയല്ല. പരിശോധനകൾ നടത്തുന്നത് സംസ്ഥാനതല സമിതിയാണ്. പൗരത്വം നൽകുന്നത് സെൻസസ് ഡയറക്ടർ ജനറൽ അധ്യക്ഷനായിട്ടുള്ള ഒരു കേന്ദ്ര സമിതിയാണ്. അങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ തന്നെ. അതിൽ അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി അത് വോട്ട് പിടിക്കുന്നതിനുള്ള ആയുധമാക്കി മാറ്റുന്നു എന്ന് പറയുന്നത് അത് കോൺഗ്രസിന്റെ നറേറ്റീവാണ്, ഇന്ത്യ മുന്നണിയുടെ നറേറ്റീവാണ്. മെയ് 20-ാം തീയതി അതിനുവേണ്ടി പറയുന്ന കാര്യം, മെയ് 20-ാം തീയതി 5ാം ഘട്ട വോട്ടെടുപ്പ്, പിന്നെ 6ഉം 7ഉം ഘട്ട വോട്ടെടുപ്പുകൾ നടക്കുന്നു. അതിൽ നോക്കൂ, 5ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ ബ്ലോക്കായി മണ്ഡലങ്ങൾ ബൂത്തിലേക്ക് പോകുന്നത് ബീഹാറിലാണ്. 40 സീറ്റുകൾ. അപ്പോൾ ബീഹാറിലെ 40 മണ്ഡലങ്ങളിൽ നടക്കുന്നത് ഈ രീതിയിൽ CAA പറഞ്ഞുകൊണ്ടുള്ള ഒരു വോട്ട് പിടുത്തമല്ല. അവിടെ നടക്കുന്ന വോട്ട് പിടുത്തം എന്തിന്റെ പേരിലാണ്, അല്ലെങ്കിൽ അവിടുത്തെ ക്യാമ്പയിൻ സ്ട്രാറ്റജി എന്താണ് എന്ന് മനസ്സിലാക്കാതെയാണ് CAA എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ അതിന് പിന്നാലെ എല്ലാവരും ഓടുന്നത്. ഇന്ന് തന്നെ നടന്ന പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ ബീഹാറിലാണ്. അപ്പോൾ ബീഹാറിലെ ക്യാമ്പയിനിൽ സീതാമടിയെ കുറിച്ചാണ് അവിടെ ക്യാമ്പയിൻ നടന്നത്, CAA കുറിച്ചല്ല. സീതാമടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു വിശ്വാസമനുസരിച്ച് സീതയെ ജനകന് കിട്ടിയ ഒരു വയലിൽ ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ കിട്ടിയെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ആ പ്രദേശമാണ് സീതാമടി. അപ്പോൾ ആ സീതാമടിയിൽ സീതാദേവിക്ക് ഒരു ക്ഷേത്രം പണിയുമെന്നുള്ള പ്രധാനപ്പെട്ട വാഗ്ദാനം ഇന്ന് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. രാമക്ഷേത്രത്തിന് ശേഷം സീതാദേവിക്ക് ക്ഷേത്രം പണിയുന്നു എന്നുള്ള നറേറ്റീവ് കൃത്യമായി ബീഹാറി ജനതയ്ക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചർച്ചയാകുന്നത് എന്താണ്? CAA. സമാന്തരമായി ഇതാണ് ഞാൻ പറഞ്ഞത്, BJP അവരുടെ ക്യാമ്പയിൻ വളരെ കൃത്യമായി അവർ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും കൃത്യമായി അവരിലേക്ക് വരുന്ന വോട്ടുകൾ പൂർണ്ണമായും എത്തിക്കാൻ ബ്ലോക്കായി പോൾ ചെയ്യുന്നതിന് ആവശ്യമായ ക്യാമ്പയിൻ ഒരു ഭാഗത്ത് നടത്തുമ്പോൾ ഇവിടെ ഈ CAA മാത്രം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. CAA മൂലം എത്ര മണ്ഡലങ്ങളിൽ ജയിക്കുമെന്ന് പോലും കാൽക്കുലേറ്റ് ചെയ്യാതെയാണ്, അല്ലെങ്കിൽ ബംഗാളിൽ നിന്ന് അപേക്ഷകരുണ്ടോ എന്ന് പോലും നോക്കാതെയാണ് അതേക്കുറിച്ച് ഇങ്ങനെ ആവർത്തിച്ച് മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ബീഹാർ ജനതയ്ക്ക് ഇന്ന് വാഗ്ദാനം കൊടുത്തിരിക്കുന്നത് അമിത് ഷായാണ്. ഇനി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ CAA പറ്റി ഇന്ന് നരേന്ദ്രമോദി വളരെ കൃത്യമായി തന്നെ ഉത്തർപ്രദേശിൽ 3 ക്യാമ്പയിൻ റാലികളിലാണ് ഇന്ന് നരേന്ദ്രമോദി പങ്കെടുത്തത്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, BJP ഒരിക്കലും ഈ വോട്ട് ബാങ്കിന്റെ പേരിൽ, അല്ലെങ്കിൽ വോട്ട് ബാങ്ക് അപ്പീസ്മെന്റിന്റെ പേരിൽ ഭയക്കുന്നവരല്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അത്. അമിത് ഷായും ഇന്ന് അതേ വാചകം തന്നെ കോട്ട് ചെയ്തിട്ടുണ്ട് ബീഹാറിൽ. അതായത് ഈ വോട്ട് ബാങ്കിന്റെ പേരിൽ ഭയക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെയാണ് എതിർപ്പുണ്ടാകുമെന്നറിഞ്ഞിട്ടും രാമക്ഷേത്രം നിർമ്മിച്ചത്, രാംലല്ലയെ അവിടെ പ്രതിഷ്ഠിച്ചത്, പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങടക്കം നടത്തിയതിനു ശേഷമാണ്, അതായത് ഒരു പോൾ പ്രോമിസ് ഡെലിവറി ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 370 എടുത്തു കളയുമെന്ന് പറഞ്ഞത് ചെയ്തതിന് ശേഷമാണ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വരുന്നത്. അതായത് പറഞ്ഞത് ചെയ്തതിൻ്റെതായ ഒരു ട്രാക്ക് റെക്കോർഡ് ഞങ്ങൾ
ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് അടുത്തതായി മുന്നോട്ട് വയ്ക്കുന്നത്. അതിപ്പോൾ ബീഹാറിൽ അവർ സീതാക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞാൽ അത് നിർമ്മിക്കും എന്ന് ബീഹാറി ജനതയ്ക്ക് ഉറപ്പാണ്. കാരണം അതിനേക്കാൾ വലിയ എതിർപ്പുണ്ടായ രാമക്ഷേത്രം നിർമ്മിക്കാനുണ്ടായ എതിർപ്പൊന്നും എന്തായാലും ബീഹാറിൽ സീതാമടി എന്ന് പറയുന്ന അവിടെയുള്ള ആളുകൾ തന്നെ വിശ്വസിക്കുന്നത് സീതാദേവി അവിടെ നിന്ന് കിട്ടിയെന്നാണ്. അപ്പോൾ അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിന് ആരും തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയും എതിർക്കാൻ പോകുന്നില്ല. അതുപോലും പ്രഖ്യാപിക്കുകയാണ്, അതായത് കൃത്യമായി ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുകയാണ്. അത് പട്നയിലാണ് അമിത്ഷാ പോയി പറയുന്നത്. ഇനി അസംഗഡിലെ റാലിയിലേക്ക് വരാം. യു പിയിലെ അസംഗഡിലെ റാലിയിലാണ് ഈ CAA വിഷയത്തിലെ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് ഇന്ന് നരേന്ദ്രമോദി പറയുന്നത്. അതിൽ കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത് കോൺഗ്രസിന്റെ പൊളിറ്റിക്സ്, ഇന്ത്യ മുന്നണിയുടെ പൊളിറ്റിക്സ് എന്താണ് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ആരെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ആരെ എതിർക്കുമ്പോഴാണ് അവർ ചാടി വീഴുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് അവരുടെ മുഖം മൂടി, ആ ഒരു മാസ്ക് ഞാൻ എടുത്തു മാറ്റി എന്നാണ് നരേന്ദ്രമോദി ഇന്ന് കൃത്യമായി പറയുന്നത്. അതിന്റെ കൂടെ അടുത്ത വാചകമായാണ് പറയുന്നത്, ആർക്ക് ധൈര്യമുണ്ട് ഇത് എടുത്തു കളയാൻ? CAA നുണ പറയുന്നത് ആരാണ്? അതും പറയുന്നുണ്ട്. ഇന്ത്യ മുന്നണിയെ മൊത്തത്തിലല്ല പറയുന്നത്, കോൺഗ്രസിനെയും സമാജ്വാദി പാർട്ടിയുമാണ് പറയുന്നത്. അസംഗഡിൽ നിന്നുകൊണ്ടാണ്. അതായത് കൃത്യമായി പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പോയി പ്രചരിപ്പിക്കുക എന്നതാണ്. ബീഹാറിൽ മറ്റൊരു ക്യാമ്പയിൻ, ഉത്തർപ്രദേശിലെ അസംഗഡിൽ മറ്റൊരു ക്യാമ്പയിൻ. അതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നറേറ്റീവ് എന്ന് പറയുന്നത് ഈ പൗരത്വ വിഷയത്തിൽ അഭയാർത്ഥികളെ അവഗണിച്ചവരാണ് കോൺഗ്രസ്. ആ അഭയാർത്ഥികളെ അവഗണിച്ചവർ ഇപ്പോൾ അവർക്ക് പൗരത്വം നൽകുന്ന ഒരു ആക്ടിനെ പോലും എതിർക്കുകയാണ് എന്നുള്ള നറേറ്റീവ് കൃത്യമായി പോയിന്റഡ് ആയിട്ടാണ് പറയുന്നത്. അത് ഉദ്ദേശിക്കുന്ന ആളുകളിലേക്ക് തന്നെ എത്തുന്ന ഒരു സാഹചര്യവുമുണ്ട്. അപ്പോൾ ജോൺപൂരിലും അസംഗഡിലും ബദോനിയിലും ഈ 3 ഇടങ്ങളിലും CAA പറ്റി നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ ഇന്ത്യ മുന്നണിയും ഉത്തർപ്രദേശിൽ ആക്റ്റീവായിരുന്നു. ഇന്ന് ഇന്ത്യ മുന്നണിയുടെ ക്യാമ്പയിനും ആക്റ്റീവായിരുന്നു. ഇന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ചേർന്നുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനം ലക്നൌവിൽ ഉണ്ടായിരുന്നു. അതിൽ എടുത്തു പറയുന്നത് അല്ലെങ്കിൽ അവർ ഫോക്കസ് ചെയ്യുന്നത് എന്തിനെയാണ്? ഇവരുടെ സ്ട്രാറ്റജിയെ മറികടക്കുന്നതിനായിട്ടുള്ള ഒരു കൗണ്ടേഴ്സിന് പകരം അവർ പറയുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ബ്ലോക്കിന്റെ ഒരു പ്രധാനമന്ത്രിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആരാകും പ്രധാനമന്ത്രി എന്നതിനെക്കുറിച്ചോ ഇന്നും അരവിന്ദ് കെജ്രിവാളിനോ അഖിലേഷ് യാദവിനോ ഒന്നും പറയാനില്ല. ജനങ്ങളുടെ മുന്നിലേക്ക് അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കാനില്ല. ഞങ്ങൾ ഇത്ര സീറ്റ് നേടുമെന്ന് പറയാൻ കഴിയുന്നില്ല. അതിനു പകരം ഇന്നും പറയുന്നത് എന്താണ്? നരേന്ദ്രമോദിക്ക് 75 വയസ്സാകും. അത് മനുഷ്യനാകുമ്പോൾ പ്രായമാകും, അത് ആർക്കായാലും പ്രായമാകും. നരേന്ദ്രമോദിക്ക് 75 വയസ്സായാൽ അമിത്ഷാ പ്രധാനമന്ത്രി. അതായത് NDA മുന്നണിക്കാണ് അടുത്ത അധികാരം, 3-ാം വട്ടവും NDA അധികാരത്തിൽ വരാൻ പോകുന്നുവെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും സമാരാധനായ ഏറ്റവും വാക്ചാതുര്യമുള്ള നേതാവ് തന്നെ ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മത്സരം? അടുത്ത 3 ഘട്ടങ്ങൾ ഞങ്ങളങ്ങ് വിട്ടുകൊടുത്തു, ഞങ്ങൾക്കിതൊന്നും ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോരാട്ടത്തിൽ നിന്ന് പിന്മാറുന്നതാണ് ഇതിലും അന്തസ് എന്നുള്ളതാണ്. അമിത്ഷാ പ്രധാനമന്ത്രി എന്ന് ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ ഇവർ ആ പോരാട്ടത്തിൽ നിന്ന് പിന്മാറിയോ എന്നൊരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി ബംഗാളാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യമായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ ചോദ്യത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ പശ്ചിമ ബംഗാളിൽ എന്താണ് സംഭവിക്കുക? CAA വന്നു കഴിഞ്ഞാൽ പശ്ചിമ ബംഗാളിൽ അമിത്ഷാ പ്രചാരണ പരിപാടിക്കായി പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ പശ്ചിമ ബംഗാളിൽ അമിത്ഷാ ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. ഈ CAA പറ്റിയുള്ള അമിത്ഷായുടെ പ്രസംഗം പശ്ചിമ ബംഗാളിൽ നടന്നിട്ടുണ്ട്. അതിൽ ഉറപ്പ് കൊടുത്തിരിക്കുന്നത് മതുവ വിഭാഗത്തിനാണ്. മതുവ വിഭാഗത്തിന് CAA വഴി പൗരത്വം കിട്ടാനായി അർഹതയുള്ള വിഭാഗമാണ്. അവർ കുടിയേറി വന്നവരാണ്, ഇന്ത്യയിൽ തുടരുന്നവരാണ്. അപ്പോൾ അതിൽ അവർ പൗരത്വത്തിനായി അപേക്ഷിക്കരുത്, നിങ്ങൾ ആ ഫോം പോലും ഫില്ല് ചെയ്യരുത് എന്നുള്ളതാണ് മമതാ ബാനർജി അവിടെ നടത്തുന്ന ക്യാമ്പയിൻ. നിങ്ങൾ ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫോറിനേഴ്സായി മാറും, നിങ്ങൾ വിദേശികളായി മാറും, അതുകൊണ്ട് നിങ്ങൾ ആ ഫോം ഫില്ല് ചെയ്യാനേ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതിന് മറുപടിയുമായാണ് അമിത്ഷാ അവിടെ ക്യാമ്പയിൻ നടത്തുന്നത്. അതായത് ബംഗാളിൽ അവർ ലക്ഷ്യമിടുന്നത് 30 മാക്സിമം 30 എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിലേക്ക് എത്തണമെങ്കിൽ കൃത്യമായ സ്ട്രാറ്റജി അവിടെ കൂടിയേ തീരൂ. അപ്പോൾ മമതയുടെ എതിർപ്പ് കൊണ്ട് അവിടെ കാര്യമില്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ അമിത്ഷായ്ക്ക് കഴിയുന്നു. അതിന്റെ തുടർച്ച പ്രധാനമന്ത്രി ഇന്ന് ഉത്തർപ്രദേശിൽ നടത്തുന്നു. ഇതിൽ അവിടുത്തെ 2 വിഭാഗങ്ങൾ, അതായത് ഈ നാമശൂദ്ര വിഭാഗത്തിൽപ്പെടുന്നതാണ് മതുവ, അതായത് ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്. അപ്പോൾ അതിൽ അവരോട് പറയുന്നത് നിങ്ങൾക്ക് ഫാസ്റ്റ് ട്രാക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ പൗരത്വം ലഭിക്കുന്നതിനായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോഴുള്ളത്, നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ്. അതായത് അവിടെയുള്ള ആളുകളെ ഈ നോർത്ത് 24 പർഗാനാസ്, നികേഷ് സാറിന് കുറച്ചുകൂടെ വിശദമായി ഇതിനെക്കുറിച്ച് പറയാനുണ്ടാകും. നോർത്ത് 24 പർഗാനാസിലും നാദിയയിലും ഈ 2 ജില്ലകൾ എടുത്ത് നോക്കിയാൽ തന്നെ ആ 2 ജില്ലകളിലുമായി 3 കോടിയാണ് മതുവ വിഭാഗക്കാരുടെ എണ്ണം വരുന്നത്. അതിൽ തന്നെ വോട്ടർമാരുടെ എണ്ണത്തിന്റെ ഒരു സ്പ്ലിറ്റ് അപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതാണ് മമതാ ബാനർജിയെ ആശങ്കപ്പെടുത്തുന്നത്. 1.5 കോടി വരും മതുവ വിഭാഗത്തിന്റെ ഒരു വോട്ടർ പട്ടികയുടെ വലിപ്പം എന്ന് പറയുന്നത്. 1947-ലും 71-ലും ഒക്കെ ആയിട്ട് ഇവിടേക്ക് വന്ന് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ പറയുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ മുഴുവൻ വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയാണ് മമതാ ബാനർജിക്കും ഇന്ത്യ മുന്നണിക്കും ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയൊന്നും എടുത്തു പറഞ്ഞുകൊണ്ടൊരു ക്യാമ്പയിൻ
BJP നടത്തുന്നില്ല. പക്ഷേ മറുഭാഗത്ത് ആശങ്ക ഇങ്ങനെ വലിയ രീതിയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ ബംഗാനായാലും ബരസത്തായാലും റാണാഗഡ്, കൃഷ്ണനഗറാണ് ഏറ്റവും പ്രധാനമായും തൃണമൂലിനെ ആശങ്കപ്പെടുത്തുന്നത്. അപ്പോൾ കയ്യിലുള്ളത് പോകുമോ എന്നുള്ള ആശങ്കയിൽ മമതാ ബാനർജി വേണമെങ്കിൽ നിങ്ങളെ പുറമേ നിന്ന് പിന്തുണയ്ക്കാം എന്ന് വരെ പറഞ്ഞു വെക്കുകയാണ്. അതായത് നേരത്തെ കിട്ടിയതുപോലെ ഒരു 22ലേക്കൊന്നും എത്തില്ല, പരമാവധി 10 അത്രേ കിട്ടൂ എന്ന് മമതാ ബാനർജിക്ക് അറിയാം. മമതാ ബാനർജിക്കും ഭയം വന്ന് പിടികൂടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് CAA നടപ്പാക്കാൻ പോകുന്നത് ബംഗാളിലാണ്, അല്ലെങ്കിൽ ബംഗാളിലെ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടാണ് CAAക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെയല്ല, CAA എന്ന് പറയുന്നത് പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസ് ആരപ്ലൈ ചെയ്തോ അവർക്കെല്ലാം കൊടുക്കുന്നതിന് വേണ്ടിയാണ്, അവർക്ക് പൗരത്വം നൽകുന്നതിന് വേണ്ടി മാത്രമാണ്. അതിൽ അഭയാർത്ഥികൾക്ക് പൗരത്വം എന്നുള്ളതിനെ വോട്ടിന് പൗരത്വം എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാലും ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. പൗരത്വം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തിരിക്കും. അത് നരേന്ദ്രമോദി പറഞ്ഞ അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടിയാണ്. ഓക്കെ, ഇടവേളയ്ക്ക് ശേഷം തുടരാം. വെൽക്കം ബാക്ക്. മീറ്റ് ദി എഡിറ്റേഴ്സ് തുടരുന്നു. ബംഗാൾ പിടിക്കാനോ CAA എന്നാണ് ചോദ്യം. നികേഷ് കുമാർ. നോക്കൂ അരുൺ, എനിക്ക് ഇക്കാര്യത്തിൽ വളരെ കൂടുതലൊന്നും പറയാനില്ല. 2 കാര്യങ്ങൾ. രാമക്ഷേത്രം പൂർത്തിയാകാതെ പ്രാണപ്രതിഷ്ഠ നടത്തിയത് എന്തിനാണ്? CAA നിയമം രാഷ്ട്രപതി ഒപ്പിട്ടിട്ടും വിജ്ഞാപനം പുറപ്പെടുവിക്കാതെ സർട്ടിഫിക്കറ്റ് നൽകാതെ ഇത്രയും നീട്ടിക്കൊണ്ടുപോയത് എന്തിനാണ്? ഇത് രണ്ടും എലക്ഷനുമായി ചേർത്ത് വെക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ്. നോക്കൂ, നിങ്ങൾ ഒരു ജനാധിപത്യ രാജ്യത്ത്, മതേതര രാജ്യത്ത് ജീവിക്കുന്നവരാണ്. നിങ്ങളുടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് അജണ്ട എന്ന് പറയുന്നത് രാമക്ഷേത്രവും CAAയുമായി മാറുകയാണ്. അതിനനുസരിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങൾ തീരുമാനിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ പറയുന്ന വളരെ ദീർഘമായ ദിവസങ്ങൾ, ഏതാണ്ട് 2 മാസത്തോളം നീളുന്ന പ്രക്രിയയിൽ 7 ഘട്ടങ്ങൾ നിശ്ചയിച്ചതുപോലും ഈ അജണ്ടകൾ കൃത്യമായ രീതിയിൽ ഇടയിൽ തിരികെ കയറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. നോക്കൂ, ബംഗാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ബംഗാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം വരുന്ന അവസരത്തിലാണ് CAAയുടെ സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ 300 പേർക്ക് വിതരണം ചെയ്തിട്ടുള്ളത്. പ്രധാനമന്ത്രി നേരത്തെ ഇവിടെ സുജിയ പാർവതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ അസംഗഡിൽ പോയി വെല്ലുവിളിക്കുകയാണ്. ആരോടാണ് വെല്ലുവിളിക്കുന്നത്? ഈ രാജ്യത്തിലെ മതേതര ഘടനയാണ് വെല്ലുവിളിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. നോക്കൂ, CAAയെക്കുറിച്ചുള്ള നമ്മുടെ ആക്ഷേപം എന്താണ്? ഇന്ത്യ രാജ്യത്ത് മതേതരമായ ഇന്ത്യൻ സോഷ്യൽ ഫാബ്രിക്കിൽ നമുക്ക് പൗരത്വം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുന്നു എന്ന ഒരൊറ്റ പരാതിയേ ഉള്ളൂ. അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകരുത് എന്ന ആഗ്രഹം എനിക്കുമില്ല, നമുക്ക് ആർക്കെങ്കിലും ഉണ്ട് എന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആ നിലയിൽ ഞാൻ പറയുന്ന വർഗീയതയെ, ഞാൻ പറയുന്ന ധ്രുവീകരണ രാഷ്ട്രീയത്തെ എതിർക്കാൻ ഈ രാജ്യത്ത് ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ എന്ന വെല്ലുവിളി പ്രധാനമന്ത്രി ഉയർത്തുകയാണ്. ഇവിടെയാണ് നോക്കൂ, സന്ദേശ് ഖലിയിലൂടെ CAAയിലൂടെ ബംഗാൾ രാഷ്ട്രീയത്തെ വിഷലിപ്തമാക്കി മാറ്റിയിരിക്കുന്നു നരേന്ദ്രമോദി എന്ന മുഖ്യ പ്രചാരകൻ. ഒരു ഘട്ടത്തിൽ നമുക്കറിയാം, ഗുജറാത്തിൽ മാത്രമുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ മാത്രം ഉണ്ടായിരുന്ന, പിന്നീട് ബീഹാറിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ വ്യാപിപ്പിച്ച വർഗീയമായ ധ്രുവീകരണം ഇപ്പോൾ ബംഗാളിലേക്കും എത്തിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിക്കും. ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു, കൺസീഡ് ചെയ്യുന്നു. ബംഗാളിൽ നല്ല രീതിയിലുള്ള ധ്രുവീകരണം ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ 10-40 വർഷത്തോളം ഇടതുപക്ഷം ഭരിച്ചു എങ്കിൽ തന്നെയും, 10-34 വർഷം ഇടതുപക്ഷം ഭരിച്ചു എങ്കിൽ തന്നെയും ആ രാഷ്ട്രീയത്തെ ഇപ്പോൾ വിഷലിപ്തമാക്കിയെടുക്കാൻ ഈ നിലയിൽ നരേന്ദ്രമോദിക്കും BJPക്കും സാധിച്ചിരിക്കുന്നു എന്ന് പറയാതെ വയ്യ എന്നുള്ളതാണ് അതിൻ്റെ പ്രാഥമിക കാര്യത്തായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി നോക്കൂ, കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുള്ള കാര്യം എന്താണ്? എനിക്ക് പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളൊക്കെ കാണുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഞാനാണ് ഇതൊക്കെ പറയുന്നതെങ്കിൽ നിങ്ങൾ ചോദിക്കും കിളി പോയോ എന്ന് ചോദിക്കും. പ്രധാനമന്ത്രിയുടെ കിളി പോയോ എന്ന് ചോദിക്കാൻ നമ്മൾ തയ്യാറാകേണ്ട ഘട്ടമാണ്. ഏപ്രിൽ 21-ന് അദ്ദേഹം ബൻസ്വാരയിൽ നടത്തിയ പ്രസംഗം ഒരിക്കൽ കൂടി വായിക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ മുന്നിലുണ്ട്. എന്താണത്? ഹിന്ദു സ്ത്രീകളുടെ മംഗലസൂത്രം എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നു എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപം. രണ്ടാമത് അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? ദ ഡേ ഐ ഡു ഹിന്ദു മുസ്ലിം ഐ വിൽ ബി അൺവർത്തി ഓഫ് പബ്ലിക് ലൈഫ് എന്നാണ്. എന്ന് വെച്ചാൽ ഞാൻ ഹിന്ദു മുസ്ലിം രാഷ്ട്രീയം പറയുകയാണെങ്കിൽ പിന്നെ രാഷ്ട്രീയത്തിൽ തുടരാനുള്ള ഒരവകാശം എനിക്കില്ല എന്നാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 15-ാം തീയതി, മെയ് 15 കഴിഞ്ഞ ദിവസം, കോൺഗ്രസ് വാണ്ടഡ് ടു ഗിവ് 15% ഓഫ് ദ എൻറ്റയർ ബഡ്ജറ്റ് ടു മുസ്ലിംസ് ബട്ട് ദേ ഡിഡ് നോട്ട് സക്സീഡ് ബിക്കോസ് ഓഫ് ദ BJP's ഓപ്പോസിഷൻ. അപ്പോൾ ഒരു ഘട്ടത്തിൽ മുസ്ലിം ബാഷിംഗ് നടത്തുക, അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന മുസ്ലിം വിരോധം പറയുക എന്ന് വെച്ചാൽ, തൊട്ടടുത്ത് നമ്മളൊരു മുസ്ലിമിനെ കണ്ടാൽ അരുൺ അടിക്കണം എന്ന് തോന്നുന്ന രീതിയിൽ എൻ്റെ പ്രധാനമന്ത്രി. ഇതിൻ്റെ ഏറ്റവും ഗ്രാവിറ്റി എവിടെയാണ്?
നമ്മളിത് BJP-യുടെ രണ്ടാം നിര മൂന്നാം നിര വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊന്നും അല്ല ഇത് കേൾക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ നിന്നാണ് കേൾക്കുന്നത്. ഞാൻ പ്രധാനമന്ത്രിയെ ആരാധിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, ഞാൻ പ്രധാനമന്ത്രിയെ മാനിക്കുന്ന, അദ്ദേഹത്തെ കേൾക്കുന്ന, എൻ്റെ നേതാവായി അംഗീകരിക്കുന്ന ഒരാളാണെന്ന് മുസ്ലിം തൊട്ടടുത്ത് വന്നാൽ ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ ഈ നിലയിൽ വർഗീയ ഭ്രാന്ത് പറയുക, എന്നിട്ട് വിശ്വഗുരു എന്ന് അഭിനയിക്കുക, ആ വിശ്വഗുരു എന്ന് അഭിനയിക്കുന്ന ആൾ തൊട്ടടുത്ത ദിവസം പറയുക, അല്ല ഞാനത് മുസ്ലിമിനെ ഉദ്ദേശിച്ചൊന്നല്ല പറഞ്ഞു. ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കണോ? കൃത്യമായ രീതിയിൽ മുസ്ലിമിനെയാണ് ഇൻഫിൽട്രേറ്റർ എന്ന് പറയുന്നത്, ഗുഷ്ബന്ദി എന്ന് പറയുന്നത്, മുസ്ലിമിനെയാണ് നിങ്ങൾ മക്കളെ പെറ്റുകൂട്ടുന്നവരെന്ന് പറയുന്നത്. ആ വാചകത്തിൽ തന്നെ അതുണ്ട്. നോക്കൂ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഹിന്ദു നാമധാരികളാണല്ലോ നമ്മൾ 4 പേരും. മറ്റൊരു മുസ്ലിം നേതാവ് ഈ നിലയിൽ ഹിന്ദുക്കളെ, ഇപ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കളാണ് ഗോതമ്പും അരിയും തിന്നു കൂട്ടുന്നത്, അങ്ങനെയാണ് ഈ രാജ്യത്ത് ക്ഷാമം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ അവർ പറയായിരിക്കും ചിലപ്പോൾ, അത് നിങ്ങളുടെ ഹിന്ദു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന്. ഹിന്ദു എന്ന് മനസ്സിലായാൽ പോരെ, അത് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് സ്വീകാര്യമാണോ? എന്നതുപോലെ തന്നെ ഇത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് സ്വീകാര്യമാകില്ല. അത് മനസ്സിലാക്കാൻ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, അത് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ, നോക്കൂ, ഒറ്റ കാര്യം കൂടി ആലോചിച്ചാൽ നമ്മുടെ ഈ ജനാധിപത്യത്തിൻ്റെ പോക്കെന്ന് എന്താ ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്? തെരഞ്ഞെടുപ്പ് നമ്മൾ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് റിഗ്ഗിങ്, ഞാൻ അതായിരുന്നു 8 മണിയുടെ ചർച്ച. എന്നെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിൽ തന്നെ കിടക്കുകയാണ്. അതുകൊണ്ട് ഇന്നൊരു പൊതുവിഷയമായി ആ ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അതുകൊണ്ടാണ് ലോക്സഭാ സെക്രട്ടറി ജനറലായിരുന്ന PDT ആചാര്യ പോലുള്ളവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത്. നമ്മൾ സാധാരണഗതിയിൽ ഇലക്ഷൻ റിഗ്ഗിങ് എങ്ങനെയാണ് കാണുന്നത്? ഒരു ബൂത്തിൽ പണ്ട് കാലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, എൻ്റെയൊക്കെ തലമുറയിൽ വളരെ കൃത്യമായി ബീഹാറിലൊക്കെ തന്നെയും വോട്ട് കുത്തിയിടും. ഒരു പോളിംഗ് ബൂത്തിൽ നടക്കുന്ന വോട്ട് കുത്തിയിടലാണ് റിഗ്ഗിങ് എന്നുള്ള നിലയിൽ നമ്മൾ ദേശീയ ദിനപത്രങ്ങളൊക്കെ തന്നെയും വലിയ പ്രാധാന്യത്തോട് കൊടുത്തിട്ടുള്ളത്. ടെലിവിഷൻ ചാനലുകളിലൊക്കെ തന്നെ ഈ NDTV ഒക്കെ ആദ്യം വന്നിട്ടുള്ള ടെലിവിഷൻ ചാനലുകളിൽ ഞാൻ അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ കുറച്ചുകൂടി ദൃഢമായ നിലപാടെടുത്തു. TN ശേഷനെ പോലുള്ളവർ വന്നു. ആ നിലയിലുള്ള ബൂത്ത് പിടുത്തമൊക്കെ കുറേയൊക്കെ അവസാനിച്ചു. പിന്നീട് CCTV വന്നു. അങ്ങനെയൊക്കെ ആണ് അത് അവസാനിച്ചത്. ഇന്നിപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷനെ റിഗ് ചെയ്ത് കളഞ്ഞില്ലേ? ഒരു രാജ്യത്തെ ഭരിക്കുന്ന പാർട്ടി ഇലക്ഷൻ കമ്മീഷനെ റിഗ് ചെയ്തു. മാസങ്ങൾക്ക്, അതായത് പൊതു തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് മാത്രം നിങ്ങൾ നിയമം മാറ്റുക, അതിൽ വേണ്ടാത്ത 2 പേര് രാജിവെച്ച് പോവുക. എന്തിനാണ് ഞങ്ങൾ രാജിവെച്ച് പോകുന്നതെന്ന് പറയാതിരിക്കുക, എന്നിട്ട് അതിന് പകരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് 2 പേരെ തിരികെ കയറ്റുക. എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ എന്ത് വർഗീയ ധ്രുവീകരണ പ്രസംഗം നടത്താം, എന്ത് അജണ്ടയും നടത്താം. ഞാനൊരു ഇലക്ഷനിൽ മത്സരിച്ച, ഇലക്ഷൻ കേസ് ഫൈറ്റ് ചെയ്തിട്ടുള്ള, ആ ഇലക്ഷൻ കേസ് ജയിച്ചിട്ടുള്ള ആളാണ്. നോക്കൂ, നിങ്ങൾ മതത്തെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചാൽ നിങ്ങളുടെ MLA സ്ഥാനം, MP സ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു, നിങ്ങൾ പറയാണ് ഞങ്ങളാണ് രാമക്ഷേത്രം നിർമ്മിച്ചത്, ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിൽ വന്നാൽ ഈ രാമക്ഷേത്രത്തിന് പൂട്ടിടാൻ പോവുകയാണ് എന്ന് പറയാണ്. ഞങ്ങൾ ഈ രാജ്യത്ത് മുസ്ലിങ്ങളെ നുഴഞ്ഞു കയറ്റക്കാരാണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്, ഞങ്ങൾ മുസ്ലിങ്ങളെ പെറ്റുകൂട്ടുന്നവരാണെന്നാണ് വിശേഷിപ്പിക്കുന്നത്. നാളെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ മുസ്ലിങ്ങളെ ഈ പറയുന്ന സംവരണാടിസ്ഥാനത്തിൽ കയറ്റുമെന്ന് ഒരു പ്രധാനമന്ത്രി വിളിച്ചു പറയാണ്. ആ പ്രധാനമന്ത്രിയുടെ തൊട്ടടുത്ത അമിത്ഷായുടെ മകനാണ് BCCIയുടെ സെക്രട്ടറി എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. അല്ലെങ്കിൽ അങ്ങനെ ക്രിക്കറ്റിനെ കുറിച്ച് നല്ല രീതിയിൽ ആ മേഖല വളരണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്വന്തം മക്കളെ പിടിച്ച് അവിടെ നിർത്തുകയാണ്. അതൊക്കെ പോട്ടെ. പക്ഷേ ഇത്രയും ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചത്തതുപോലെ കിടക്കുകയാണെന്നേ. എന്തൊരു അവസ്ഥയാണ് ഈ രാജ്യത്തിൻ്റെ. അപ്പോൾ ഇതിനകത്ത് വലിയ നിലയിൽ ധ്രുവീകരണം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള അജണ്ടകൾ, രാമക്ഷേത്ര ആയാലും CA ആയാലും, അത് തെരഞ്ഞെടുപ്പിന് അകത്തേക്ക് പ്ലാൻ ചെയ്യാൻ BJPക്ക് സാധിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിർജീവമാക്കി, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരുപക്ഷെ തടയാൻ കഴിയുമായിരുന്ന പ്രസ്താവനകൾ, ഈ ഭരണപരമായിട്ടുള്ള നടപടികളൊക്കെ തന്നെയുമായി BJP മുന്നോട്ട് പോകുന്നു. രാജ്യത്തിൻ്റെ ഒരു സെക്യുലർ ഫാബ്രിക്കിനെ തകർക്കുന്ന വിധത്തിലാണ് ഏറ്റവും ഒടുവിലത്തെ CAയുടെ സർട്ടിഫിക്കറ്റ് വിതരണം വരെ നടക്കുന്നത് എന്ന് നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് പറയേണ്ടി വരുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. CA നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് വെസ്റ്റ് ബംഗാളിൽ നടന്നൊരു പ്രസംഗത്തിൽ ഇന്ത്യ മുന്നണിയുടെ TMCയിലെ ഒരു യുവ നേതാവ് പ്രസംഗിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഭാരതമാതാവിനെ കണ്ടിട്ടുണ്ടോ? ആരാണ് ഭാരതമാതാവിനെ കണ്ടിട്ടുള്ളത്? എന്നിട്ട് അയാൾ വിശദീകരിക്കുന്നു. ആരെയാണ് ഭാരതമാതാവെന്ന് ആദ്യം വിശേഷിപ്പിച്ചതെന്നറിയാമോ? 1944 റംഗൂണിൽ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കുമ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസിന് 1,25,00,000 രൂപ കൊടുക്കാൻ ഒരു വ്യവസായി മുന്നോട്ട് വന്നു. അയാളുടെ പേര് യൂസഫ് എന്നായിരുന്നു. ആ യൂസഫ് എന്ന് പറയുന്ന ആൾ
യൂസഫ് മഫാനി എന്ന് പറയുന്നയാൾ, അയാൾ 1,25,00,000 രൂപ കൊടുക്കുമ്പോൾ തൊട്ടു പിന്നിൽ ആ വേദിയിൽ ഒരു ഉമ്മ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. ആ ഉമ്മയോട് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ എൻ്റെ കയ്യിൽ പണമില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉള്ളത് മുഴുവൻ നിനക്ക് തരുമായിരുന്നു എന്ന് സുഭാഷ് ചന്ദ്രബോസിനോട് പറഞ്ഞു. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ഉമ്മയോട് പറഞ്ഞു, ഉമ്മയ്ക്ക് പണമില്ലെങ്കിൽ എന്താ, ഒരു മകനില്ലേ എന്ന് ചോദിച്ചു. ഷാനവാസ് ഖാൻ. ആ ഷാനവാസ് ഖാനെ ഉമ്മ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭാഗമായി ചേർത്തു. ആ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭാഗമായി തീർന്ന ഷാനവാസ് ഖാൻ ബ്രിട്ടീഷുകാരോട് പോരാടി മരണം വരിച്ചു. മരണം വരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോഴും വിങ്ങിപ്പൊട്ടിക്കൊണ്ടിരുന്ന ഉമ്മയെ നോക്കിയിട്ട് അസിമുല്ല ഖാൻ എന്ന തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തടക്കമുള്ളവർ മുന്നോട്ട് വെച്ചൊരു ഒരു മുദ്രാവാക്യമാണ് ഭാരത് മാതാ കി ജയ്. നിങ്ങൾ ഭാരതമാതാവിനെ കണ്ടിട്ടുണ്ടോ? ഇതാ ഈ ഉമ്മയാണ് ഭാരതമാതാവ് എന്ന് പറഞ്ഞു. ആ ഉമ്മമാരടക്കമുള്ളവരെ പാനിക്കാക്കിക്കൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പിൽ CAA BJP ഉപയോഗിക്കുന്നത് എന്നാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ പറഞ്ഞത്. എവിടെയാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? 2019 ഈ വിഷയം ചർച്ചയാകുമ്പോൾ 3 ഉപതെരഞ്ഞെടുപ്പുകൾ ഈ 24 പർഗാനസിലടക്കമുള്ള ഭാഗങ്ങളിൽ നടന്നു. 3ഇടത്തും തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചു. അവിടുന്ന് പ്രചരണായുധമായി മാറിയത് ഈ CAA വിഷയമാണ്. ഇന്നിപ്പോൾ 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ 40%-ലധികം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മധുവ നമശുദ്ര കമ്മ്യൂണിറ്റിയാണ്. അതിൽ ഒരു മണ്ഡലം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും, ആ മണ്ഡലത്തിൻ്റെ പേര് ബോൺഗാവ് എന്നാണ്. ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നത് ശന്തനു താക്കൂർ എന്ന് പറയുന്ന അവിടുത്തെ മധുവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മന്ത്രിയാണ്. അദ്ദേഹം നേരിട്ടാണ് പറയുന്നത്, BJP വോട്ട് ചെയ്യൂ, ഇത്തവണ CAA നടപ്പിലാക്കുന്നത് കാണിച്ചു തരാം. സുജയ പാർവതി, CAA നടപ്പിലാക്കുന്നത് ബംഗാൾ പിടിക്കാനോ എന്ന് ബില്ലിൽ എഴുതിയിട്ടില്ല, പക്ഷേ ശന്തനു താക്കൂറിൻ്റെ നാവിലുണ്ട്. അത് നരേന്ദ്രമോദിയുടെ നാവിലുണ്ട്, അസം ഘട്ടിലുണ്ട്, അമിത്ഷായുടെ നാവിലുണ്ട്, ബംഗാളിലെ ക്യാമ്പയിനിലുണ്ട്. ആ ക്യാമ്പയിൻ എങ്ങനെ വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് ഭാരത് മാതാ എന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് അഡ്രസ്സ് ചെയ്ത ഷാനവാസ് ഖാൻ്റെ ഉമ്മമാരെ അടക്കം പാനിക്കിലാക്കിക്കൊണ്ട് CAA രംഗത്ത് വരുമ്പോൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രേക്ഷകർ അറിയണം. ഈ CAA നടപ്പിലാക്കുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ BJPക്ക് അനുകൂലമായിട്ടുള്ളൊരു തരംഗം ആസാമിലോ ബംഗാളിലോ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നതേയില്ല. കഴിഞ്ഞ തവണ 56 മണ്ഡലങ്ങളാണല്ലോ ലോക്സഭയിൽ ഈ ബംഗാളിലും ആസാമിലുമായിട്ടുള്ളത്. 27 മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ തവണ BJP വിജയിക്കുന്നത്. CAA നടപ്പിലാക്കിയതിന് ശേഷം പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം BJP അമ്പെ പരാജയപ്പെടുന്നു. അതിൻ്റെ കാരണം CAAയുടെ ബെനിഫിഷ്യറി ആകാൻ പോകുന്ന ഈ മധുവ കമ്മ്യൂണിറ്റിയിലെ ആളുകളാണെങ്കിലും അതല്ലാത്തവരാണെങ്കിലും ഇതിനകം തന്നെ പൗരന്മാരായി കഴിഞ്ഞവരാണ്. 2014 ഡിസംബർ 31 കട്ട് ഓഫ് ഡേറ്റ്. ആ കട്ട് ഓഫ് ഡേറ്റിന് മുൻപ് ബംഗ്ലാദേശിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒക്കെ കുടിയേറി വന്ന ഹിന്ദുക്കളും സിഖുകളുമായിട്ടുള്ളവർ പല വിധത്തിൽ അവർ പൗരത്വം നേടിക്കഴിഞ്ഞ ആളുകളാണ്. 2014 ഡിസംബർ 31 ശേഷം വരുന്ന ഒരാൾക്ക് CAAയുടെ ആനുകൂല്യം ഇപ്പോൾ കിട്ടില്ല. അവർക്ക് സ്വാഭാവികമായ പൗരത്വം മാത്രമേ ലഭ്യമാവുകയുള്ളൂ, നാച്ചുറലൈസേഷൻ വഴിയുള്ള പൗരത്വം എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, 2014 ഡിസംബർ 31 ശേഷം കൂടുതൽ ആളുകൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയില്ല CAAയുടെ പേരിൽ. 2, അതിനു മുമ്പ് വന്നവരിൽ ഭൂരിഭാഗം ആളുകളും ഇതിനകം തന്നെ പൗരത്വം നേടിക്കഴിഞ്ഞിരിക്കുന്നു, അത് ബംഗാളിലും ആസാമിലും ഇൻഫോർമൽ വഴികളിലൂടെ. അപ്പോൾ ഒരു വലിയൊരു ആൾക്കൂട്ടം CAAയുടെ ഭാഗമായി പൗരത്വം സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നില്ല. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനായിരിക്കണം CAAയെക്കുറിച്ച് BJP ആവർത്തിച്ചു പറയുന്നത്? അത് അമിത്ഷായുടെ പ്രസംഗത്തിലേക്ക് മടങ്ങിപ്പോകണം. അത് കേവലം CAA കുറിച്ചുള്ളതല്ല, അതിനോടൊരു വാൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. CAA when linked to NRC becomes a bomb. CAA കടലാസിലിരിക്കുമ്പോൾ ഒരു ബോംബേ അല്ല. ആവർത്തിച്ച് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു മുസ്ലിമിൻ്റെയും പൗരത്വം മുസ്ലിം പൗരത്വ നിയമ ഭേദഗതി എന്ന് പറയുന്ന ഭേദഗതി മാത്രം കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല. പക്ഷേ അതിനോടൊപ്പം NRC കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ, അത് പറഞ്ഞത് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്, അമിത്ഷായാണ്, കൂട്ടിച്ചേർക്കുമ്പോൾ ആ സിറ്റിസൺഷിപ്പിൻ്റെ ടെസ്റ്റ് നിങ്ങൾ പാസ്സാവേണ്ടി വരും. ഇവിടെയാണ് ഒരു ട്രാപ്പ് കിടക്കുന്നത്. കാരണം മധുവ കമ്മ്യൂണിറ്റിയിലെ അൺഡോക്യുമെൻറ്റഡ് ആയിരിക്കുന്ന ആളുകൾ, പൗരത്വം നേടിക്കഴിഞ്ഞിരിക്കുന്ന ആളുകൾ, പല വഴികളിലും ഇൻഫോർമൽ വഴികളിലൂടെ പൗരത്വം നേടിയിരിക്കുന്നവരെ NRC വെച്ച് റീഓപ്പൺ ചെയ്താൽ അവർക്ക് ഡോക്യുമെൻ്റ് ഹാജരാക്കാൻ കഴിയാതെ വരും. ആസാമിൽ അത് സംഭവിച്ചു. ആസാമിലെ NRC പട്ടിക തയ്യാറാക്കിയപ്പോൾ കൂടുതലും പുറത്തായത് ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരായതിൻ്റെ കാരണം അവർക്ക് പൗരത്വമുണ്ട്, പക്ഷേ പൗരത്വത്തെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ഒരു കമ്മ്യൂണിറ്റിക്ക് ഹാജരാക്കാൻ കഴിയാതെ വന്നു. സുജയ, ഇതിൽ ഏറ്റവും ഗൗരവമേറിയ കാര്യം എവിടെയാണെന്നറിയാമോ? ഇന്ന് നിങ്ങളുടെ മതം ഏതാണെന്ന് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നത് ആരാണ്?
ഏതെങ്കിലും ഒരു പുരോഹിതൻ ആ പുരോഹിതൻ സർട്ടിഫൈ ചെയ്ത് കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു പുരോഹിതൻ സർട്ടിഫൈ ചെയ്താൽ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. പിന്നീട് NRC വരുമ്പോൾ അതും പോരാത്ത അവസ്ഥയുണ്ടാവുന്നു. അത് BJPക്ക് ഒരു വലിയ തിരിച്ചടിയായിത്തീരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ബംഗാൾ പിടിക്കാൻ വേണ്ടി BJP കൊണ്ടുവരുന്ന CAA ആത്യന്തികമായി ഈ 56 മണ്ഡലങ്ങളിലും നിർണായകമായി BJPക്ക് തിരിച്ചടിയായിരിക്കും നൽകുക എന്നുള്ളതാണ്. പക്ഷേ 2 മണ്ഡലങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞ ബോൺഗാവ് അതുപോലെ തന്നെ റാണാഘട്ട്, ഈ 2 മണ്ഡലങ്ങളിലും ഈ മധുവ വിഭാഗത്തിൽപ്പെട്ട കമ്മ്യൂണിറ്റി 40% മുകളിലാണ്. ഈ മധുവ നാമശൂദ്ര കമ്മ്യൂണിറ്റിയുടെ വോട്ട് ബാങ്ക് ഈ 2 മണ്ഡലങ്ങളിലും 30 നിയമസഭാ മണ്ഡലങ്ങളിലുമുണ്ട്. ഈ മണ്ഡലങ്ങൾ സ്വാഭാവികമായും BJPക്ക് ഗുണമായി വോട്ടെഴുതും. കാരണം കഴിഞ്ഞ തവണത്തെ പോൾ പ്രോമിസ് എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു. പക്ഷേ മറ്റു മണ്ഡലങ്ങളിൽ ഇതിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൺഫ്യൂഷനും പാനിക്കും ചെറുതല്ല. ഇത് ഞാൻ ഈ പറയുന്നതിൻ്റെ കാരണം 2019 തന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട്. ഈ ബംഗാളിലെയും ആസാമിലെയും 2014 മുമ്പ് കുടിയേറിയ പലരും ഇതിനകം തന്നെ പൗരത്വം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് CAയുടെ ആവശ്യമില്ല. പക്ഷേ അവർ ഭയക്കുന്നത് NRC ആണ്. അവിടെയാണ് അമിത്ഷാ NRCയെ CAയുമായിട്ട് കൂട്ടിയോജിപ്പിക്കുമ്പോൾ ഇതിനകം പൗരത്വം നേടിയിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ BJPക്കെതിരെ സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ടെക്നിക്കൽ പോയിന്റായി ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ ആഴത്തിൽ ചർച്ച ചെയ്താൽ അത് BJPക്കാണ് തിരിച്ചടിയായി തീരുക. ഗ്രൗണ്ട് വർക്കിൽ മമതാ ബാനർജി വിശേഷിപ്പിക്കുന്നത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും CAA ഒരു ലോലിപോപ്പ് ആണെന്നാണ്. ഞാൻ ഒരു പടി കൂടി കടന്ന് വിശേഷിപ്പിക്കുന്നു. ആ ലോലിപോപ്പ് എന്ന് പറയുന്നത് കറുപ്പ് കലർത്തിയിരിക്കുന്ന ലോലിപോപ്പാണ്. മതത്തിലൂടെ മയക്കിക്കിടത്തിയിരിക്കുന്ന ലോലിപോപ്പാണ്. സുപ്രീം കോടതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ചില്ലിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടുന്ന ഒരു നിയമനിർമ്മാണമായിരുന്നു CAA. അടിസ്ഥാനമായി CAA നിങ്ങൾ എൻ്റെ പൗരത്വം റദ്ദാക്കുന്നില്ല, പക്ഷേ CAയും NRCയും കൂടി എത്തുമ്പോൾ അതൊരു ചില്ലിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നു. ആ പാനിക്കിൽ നിന്ന് പരമാവധി വോട്ടുകൾ സമാഹരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പക്ഷേ ആ പ്രോജക്റ്റ് പാളിപ്പോയിരിക്കുന്നു എന്നാണ് ഞാൻ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ബംഗാൾ പിടിക്കാനാണ് CAA കൊണ്ടുവന്നതെങ്കിലും ആ അർത്ഥത്തിൽ കഴിഞ്ഞ തവണ നേടിയ 27 സീറ്റുകൾക്കും അപ്പുറം 19 വെസ്റ്റ് ബംഗാളിൽ നിന്ന് 8 അസാമിൽ നിന്ന് ഇതിനും അപ്പുറത്തേക്ക് ഒരു സീറ്റ് BJPക്ക് ലഭിക്കും എന്നെനിക്ക് തോന്നുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് ബംഗാൾ പിടിക്കാനാണോ എന്ന് ചോദിച്ചാൽ ബംഗാൾ പിടിക്കാനാണ് കൊണ്ടുവന്നത്. പക്ഷേ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ BJPക്ക് കഴിയില്ല എന്നാണ് എൻ്റെ ടേക്ക്. ഇനി ഞാൻ സ്മൃതിയിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. മീറ്റ് എഡിറ്റേഴ്സ് തുടരുന്നു. സ്മൃതി, ബംഗാൾ പിടിക്കാനോ CAA? ബംഗാൾ പിടിക്കാൻ കൂടിയാണ്. ബംഗാൾ മാത്രമല്ല, UPയിലായാലും ഈ എന്താ പറയുക, ഇനി അടുത്ത ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങൾ കൂടി ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഈ പ്രസംഗം. മോദിയുടെ പ്രസംഗത്തിൽ നിന്നും തുടങ്ങാൻ തോന്നുന്നു. ഈ അസംഘടിത പ്രസംഗത്തിൽ കോൺഗ്രസിനെ വെല്ലുവിളിക്കുകയാണല്ലോ. ധൈര്യമുണ്ടെങ്കിൽ കാണിക്കൂ, CAA റദ്ദാക്കാനാകില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മോദിയുടെ ഗ്യാരണ്ടി തിരിച്ചു വന്നിരിക്കുന്നു. ആ ഗ്യാരണ്ടി ഇപ്പോൾ ഈ തീവ്ര നിലപാടിലാണ് എന്ന് മാത്രം. വിഭജനത്തിൻ്റെ ഇരകൾക്ക് പൗരത്വം നൽകുന്ന പ്രവർത്തനത്തിന് ഞങ്ങൾ ഇതാ തുടക്കമിടുകയാണ് എന്ന് പറയുകയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശക്തി ലോകം മുഴുവൻ തിരിച്ചറിയുകയാണ്. എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഭരണഘടനാ വിരുദ്ധമായ നടപടിയിലൂടെ, ഒരു നിയമം പാസ്സാക്കിയതിലൂടെ പൗരത്വത്തിന് മതം അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു വിഭാഗത്തെ മാത്രം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നിയമം നടപ്പാക്കുന്നതിലൂടെ ഇതാ ജനാധിപത്യത്തിൻ്റെ ശക്തി എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. ഇതാണ് മോദി ഇന്ന് പ്രസംഗിച്ചിരിക്കുന്നത്. കൃത്യമായും തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. നോക്കൂ, 2019 ഡിസംബറിലാണ് CAA നിയമം പാസ്സാക്കിയത്. പാർലമെൻറ്റ് ഇരു സഭകളിലും, രാജ്യസഭയിലും ലോക്സഭയിലും പാസാക്കി. അതിൻ്റെ ചട്ടം വിജ്ഞാപനം ചെയ്യുന്നത് 2024 മാർച്ച് 11. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടങ്ങളിൽ ഇപ്പോൾ 4 ഘട്ടം കഴിഞ്ഞപ്പോൾ 14 പേർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നു. അതാരാണ് കൊടുക്കുന്നത്? പൂജാരിയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സംഘപരിവാറിന് ഏതെങ്കിലും നേതാക്കളാണ് കൊടുക്കുന്നത്. ഈ 14 പേർ, ഈ 14 പേർ എന്ന് പറയുന്നത് അറിയില്ല ഈ 14 പേർ ആരാണെന്ന്. പറഞ്ഞു കേൾക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് വന്നിരിക്കുന്ന ഹിന്ദു വിഭാഗത്തിനാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്നാണ്. അപ്പോൾ ഒരു പുരോഹിതനാണ് ഇവിടുത്തെ പൗരൻ ആരാണ് എന്ന് നിശ്ചയിക്കുന്നതും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതും. ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ ആർക്ക് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ മുസ്ലിം വിഭാഗത്തിന് മാത്രം കൊടുക്കുന്നില്ല. ബാക്കി ഉള്ളവരുടെ കാര്യം നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ ദേശീയ ജനസംഖ്യാ രേഖയും ദേശീയ പൗരത്വ രേഖയും കൂടി ചേർന്നിട്ടുള്ള CAA എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. അസമിൽ ഈ NRC നടപ്പാക്കിയപ്പോൾ ഒറ്റയടിക്ക് 19 ലക്ഷം പേർ പുറത്താക്കപ്പെട്ടു. അതിൽ 14 ലക്ഷം ഹിന്ദുക്കളായിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ കൊണ്ടുവരുന്ന നിയമം നമുക്ക് തിരിച്ചടിയാകുന്നതെന്ന് കണ്ടപ്പോൾ ആ നിയമത്തിൽ വെള്ളം ചേർക്കാൻ തുടങ്ങി. അതെങ്ങനെയാണ്? ഈ NRCയിൽ ഒഴിവാക്കപ്പെട്ടവർക്ക് മാത്രം CAയിൽ അപേക്ഷിക്കാമെന്ന് പറയും. അതായത് ഹിന്ദുക്കൾക്ക് മാത്രം അപേക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അത് പരിഹരിക്കാൻ നോക്കുന്നു. അതിലേക്കാണല്ലോ ഈ മധുവ വരുന്നത്. ഇതിനു മുമ്പ് നടത്തിയ പ്രസംഗങ്ങളുണ്ടല്ലോ നമ്മുടെ മുന്നിൽ. അമിത്ഷാ പറഞ്ഞെന്താണ്? ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ ചിതലുകൾ എന്നാണ് വിളിച്ചത്. ഈ ചിതലുകളെ ബംഗാൾ ഉൾക്കടലിൽ
തള്ളും എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് നടത്തിയ പ്രസംഗങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ രണ്ടാമത് വീണ്ടും ഇതേ കാര്യമായി എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 2019 നടന്ന സമരങ്ങൾ നമ്മൾ കണ്ട, ഡൽഹി ഷഹീൻ ബാഗിൽ നടന്ന വലിയ സമരങ്ങൾ നമ്മൾ കണ്ടതല്ലേ. ഏതൊക്കെ രൂപത്തിൽ എത്ര ആളുകൾ പങ്കെടുത്തു, എത്ര വൃദ്ധരായ ആളുകൾ. അവിടെ പങ്കെടുത്ത ഒരു പ്രധാനപ്പെട്ട വ്യക്തി 82-കാരി ബിൽക്കിസ്, 82-കാരിയെ ടൈം മാഗസിൻ്റെ കവറിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തികളുടെ കൂട്ടത്തിലാണ് അവരെ ചൂണ്ടിക്കാണിച്ചത്. അതായത് നമ്മുടെ ഇവിടുത്തെ CAA സമരത്തിൽ പങ്കെടുത്ത ഒരു 82-കാരിയെ സ്വാധീനം ചെലുത്തിയ വ്യക്തിയായി അവിടെ കാണിക്കുമ്പോഴാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശക്തി അതാ ലോകത്തെ കാണിക്കാൻ പോകുന്നു എന്നും മോദി പ്രസംഗിക്കുന്നത്. അപ്പോൾ ലോകം ഇതൊക്കെ കാണുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. ഇനി ബംഗാൾ പിടിക്കാനോ എന്ന് പറയുമ്പോൾ ബംഗാൾ പിടിക്കാൻ കൂടിയാണ്. ബംഗാളിൽ 42-ൽ ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് 24 മണ്ഡലങ്ങളിലാണ്. കഴിഞ്ഞ തവണ 18 ലഭിച്ചത്. ഇത്തവണ അത് 35 എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് നടക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന മെതുവ വിഭാഗം എന്ന് പറയുന്നത് നോർത്ത് 24 പർഗനാസിലും നദിയ ജില്ലകളിലെ 5 സീറ്റുകളിൽ ആണ് ഇവർ ഏറ്റവും കൂടുതലുള്ളത്. അത് ഈ പറയുന്നത് ഈ ഹിന്ദുക്കളുടെ, ബംഗ്ലാദേശിൽ നിന്നുള്ള ഹിന്ദുക്കളുടെ അതീവ പിന്നാക്ക വിഭാഗം, അവർ കർഷക സമുദായമാണ്. അവർ നേരത്തെ ഈ 2019 നിയമം പാസ്സാക്കിയിട്ട് എന്തുകൊണ്ട് ഇത് നടപ്പാക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങിയിട്ടുണ്ട്. BJPക്ക് എതിരെ തന്നെ അവർ പ്രതിഷേധിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി നടപ്പാക്കുന്നു, ഇതാ മധുവയ്ക്ക് ഇത് വേണ്ടി ഇതാ ഞങ്ങളിതാ നടപ്പാക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞ പോലെ അത് പരസ്യമായി തന്നെ പറയുകയാണ് BJP. വോട്ട് പിടിക്കാൻ തന്നെ, അതായത് 30 ലക്ഷത്തോളം പേരുണ്ട് ഇവർ. അവരുടെ വോട്ട് മുഴുവൻ കിട്ടണം. അപ്പുറത്തും മമത എന്താണ് പറയുന്നത്? CAA നടപ്പാക്കില്ല എന്നാണ് പറയുന്നത്. മധുവയ്ക്ക് കൊടുക്കില്ല എന്നല്ല, CAA നടപ്പാക്കില്ല എന്നാണ് മമത പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വിരുദ്ധമായ നിലപാടെടുക്കുന്ന ഈ ഹിന്ദു വോട്ടുകൾ, ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഹിന്ദു വോട്ടുകൾ മുഴുവൻ BJPക്ക് കിട്ടുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ പട്ടികജാതി വിഭാഗമാണ്. അവിടെ 3.8% പേർ മധുവ വിഭാഗമാണ്. ആ വോട്ട് മുഴുവൻ ഇങ്ങോട്ട് കിട്ടാനുള്ള നടപടികളാണ് നടത്തുന്നത്. അപ്പോൾ അവരാകട്ടെ ഈ 2019 നിയമം വന്നപ്പോൾ രണ്ടാമത്തെ സ്വാതന്ത്ര്യ ദിനം എന്നാണ് അവർ അതിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ അത്രത്തോളം അവർ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് വേണ്ടി തന്നെയാണ് ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ഇപ്പോൾ നടപ്പാക്കുക? ഈ നിയമം വന്ന് പാർലമെന്റിൽ ഇരു സഭകളും പാസ്സാക്കിയ ശേഷം 237 ഹർജികളാണ് സുപ്രീം കോടതിയിൽ മുന്നിലുള്ളത്. സുപ്രീം കോടതി ഇത്രയും ഹർജികൾ പരിഗണിച്ച് തീർപ്പാക്കിയിട്ടില്ല. സുപ്രീം കോടതി അതിന്മേൽ കേന്ദ്രത്തോട് നിലപാട് ചോദിച്ചു. ഞങ്ങൾക്ക് സമയം തരൂ എന്നാണ് പറഞ്ഞത്. സമയം തരൂ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഇത് നിയമം നടപ്പാക്കുക? അപ്പോൾ കോടതിയിൽ മുന്നിലുള്ള ഒരു കേസ് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ 4 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ 5-ാം ഘട്ടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ഇത് കൊണ്ടുവരുമ്പോൾ ഇതിനെതിരെ ഉറപ്പായിട്ടും കോടതി ഒരു നിലപാടെടുക്കും. ഇപ്പോൾ ഓരോന്നായി കോടതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. കേജ്രിവാളിൻ്റെ കാര്യത്തിൽ കേജ്രിവാൾ പുറത്തിറങ്ങി കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടും ED കോടതിയിൽ പോയി. ഇഡിയോട് കൃത്യമായി കോടതി പറഞ്ഞു കേജ്രിവാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതാണ് പറഞ്ഞിട്ടുള്ളത്, അത് കൃത്യമായി നടപ്പാക്കുന്നുണ്ടെന്ന് ED പറഞ്ഞു വിട്ടു. അപ്പോൾ ഓരോ കാര്യത്തിലും തിരിച്ചടി കോടതിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. EDക്ക് തിരിച്ചടിയുണ്ട്, കേന്ദ്രത്തിന് തിരിച്ചടിയുണ്ട്. ഇത് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇതിൽ ഹിന്ദുക്കളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഓരോ ദിവസം ഓരോ പ്രസംഗങ്ങൾ. ഒരു ദിവസം പറയുന്നു മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്ന് മറ്റ് പട്ടികജാതി വിഭാഗത്തിൽ മുഴുവൻ സംവരണം എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയാണെന്ന് പറയുന്നു. അടുത്ത ദിവസം പറയുന്നത് എനിക്ക് മുസ്ലിങ്ങളും ഹിന്ദുക്കളും വേറെയാണ് എന്ന നിലപാട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഈ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ യോഗ്യതയില്ല. എന്തൊരു പച്ചക്കളം ഒരു ദിവസത്തിന്റെ ഇടവേളയിലൊക്കെ പറയുന്നത്. എങ്ങനെ ഇങ്ങനെ സാധ്യമാകുന്നത്? മറ്റേ ഗജനി സിനിമയിലാണ് ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാം വേറെ രൂപത്തിൽ വരുന്നത്. ഫഹദ് ഫാസിലിന്റെ പുതിയ സിനിമയുണ്ടല്ലോ ആവേശത്തില്, കരിങ്കാലിയല്ലേ എന്ന് പറയുന്നത്. കരിങ്കാലിയല്ലേ. ഏകദേശം ഞാൻ പറഞ്ഞത് ഈ സിനിമയുടെ അല്ലേ, രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തില്ല. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പുറത്ത് പറയുന്നു മുസ്ലിങ്ങൾക്കുള്ളതെല്ലാം ദാ ഹിന്ദുക്കൾക്ക് കൊടുക്കാൻ പോകുന്നു, ഇന്ത്യ മുന്നണി വന്നാൽ മംഗല്യസൂത്രം വരെ നഷ്ടപ്പെടും. എന്നിട്ട് ഇപ്പുറത്ത് പറയും അങ്ങനെ ഞാൻ ഹിന്ദുക്കളെ കുറിച്ചും മുസ്ലിങ്ങളെ കുറിച്ചും പറയൂ, എന്റെ പൊതുജീവിതം പോകൂലേ. എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് വീണ്ടും പറയുന്നു, അടുത്ത ഭാഗം മോദി വന്നിട്ട് വീണ്ടും പറയുന്നത് എന്താണെന്നറിയോ? ഇത് നോക്കൂ, ഇത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും 2 ബഡ്ജറ്റ് ഉണ്ടാക്കും ഇന്ത്യ മുന്നണി വന്നാൽ. ഇപ്പുറത്ത് വന്നിട്ട് പറയുന്നു എന്റെ കൂടെ മുസ്ലിങ്ങൾ ഇരുന്ന് ഈദ്ഗാഹ് കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഈദ്ഗാഹിനകത്ത് ഞങ്ങൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാറില്ല, അവിടെ നിങ്ങോട്ട് വരുമല്ല ഭക്ഷണം. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ നടക്കുന്നത് നരേന്ദ്രമോദി ഇഷ്ടമല്ലാത്തവർ നരേന്ദ്രമോദി എന്ത് ചെയ്താലും കുറ്റം എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. ഇവിടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. ഒരു ഇടവേള കൂടി. തുടരുന്നു. ബംഗാൾ പിടിക്കാനോ CAA എന്നതായിരുന്നു ചോദിച്ചത് നികേഷ് കുമാർ. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിലെ ഒന്നും രണ്ടൊന്നും അല്ല കേട്ടോ. BJP അതിൻ്റെ ഇലക്ഷൻ കമ്മീഷനുമായി ചേർന്ന് ഇലക്ഷൻ ഷെഡ്യൂൾ തീരുമാനിക്കുന്നു. അതിനിടയിൽ അവരുടെ അജണ്ടകൾ എഴുതി വെക്കും. നമ്മൾ ഷെഡ്യൂൾ തീരുമാനിക്കില്ലേ? ഇപ്പോൾ 1-ാം ഘട്ടം ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി
രണ്ടാം ഘട്ടം ഇത്രാം തീയതി അതിനിടയിൽ ഇതിനിടയിൽ അവതരിപ്പിക്കേണ്ട വിഷയങ്ങൾ എന്താണ്, കൃത്യമായ രീതിയിൽ BJP എഴുതി വെച്ചിട്ട് തന്നെയാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളത് നോക്കൂ. പക്ഷേ അത് ആളുകൾക്ക് മനസ്സിലാവില്ലേ? ഇപ്പം അടിയന്തരാവസ്ഥക്കെതിരെ ജനം വിധി എഴുതിയതാണ്. ആ കാലഘട്ടത്തിലെ നിരക്ഷരായിട്ടുള്ള ആളുകൾ ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു എന്താ പറയുക ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം സൃഷ്ടിച്ച ആ ഘട്ടത്തിൽ ഏറ്റവും എന്താ പറയുക എ ബി വാജ്പേയി ദുർഗ എന്ന് വിശേഷിപ്പിച്ച ആളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഒരു നിമിഷ നേരം പോലും ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ പെരും നുണ പറഞ്ഞ് അപരിഷ്കൃതമായ ഭാഷയിലൂടെ വർഗീയ ചെരിതിരിവുണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ ഡോഗ് വിസിൽ നടത്തുന്ന ഒരു ഭരണാധികാരിക്കെതിരെ ജനം വിധി എഴുതുമെന്ന് ഞാൻ ഉറപ്പിച്ച് കരുതുകയാണ്. ഒരു സിറ്റിംഗ് പ്രധാനമന്ത്രി നടത്തുന്ന ഏറ്റവും വലിയ വിദ്വേഷ പ്രസംഗം എഴുതുന്ന 76 വർഷത്തെ ചരിത്രത്തിൽ നമുക്ക് ഈ ഏപ്രിൽ 21 ബൻസ്വാര പ്രസംഗത്തെ കാണാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് പത്തോളജിക്കൽ ലയറാണ്, ഹാബിച്വൽ ഒഫൻഡറാണ് എന്നുള്ളത്. അപ്പോൾ മതത്തെയും അതിൻ്റെ സിമ്പലുകളെ ഇൻവോക്ക് ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിഷയമാക്കി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതായത് സ്ട്രാറ്റജിയിൽ അവരുടേതായിട്ടുള്ള സ്ട്രാറ്റജിയിൽ നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ BJP മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്, അതിൽ സംശയമൊന്നുമില്ല. ഇതുമാത്രമല്ലല്ലോ, കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു. അവരുടെ ഇലക്ഷൻ വർക്കുമാകത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം പോലും സ്തംഭിപ്പിച്ചുകൊണ്ടാണല്ലോ മുന്നോട്ട് പോയിട്ടുള്ളത്. 2 മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ചു. ഇലക്ഷൻ പ്രോസസ്സിനിടയിൽ തന്നെ നിരവധി ഏജൻസികൾ, രഹസ്യ പോലീസ് രംഗത്തിറങ്ങിയിരിക്കുന്നു. അപ്പോൾ എല്ലാ തരത്തിലും ഈ നിലയിൽ ഇലക്ഷനെ സ്തംഭിപ്പിക്കുക അല്ലെങ്കിൽ ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിലൊന്നും തർക്കമില്ല. അതുകൊണ്ട് ഇലക്ഷൻ റിസൾട്ടിനെ അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കും, ഒരു പരിധിവരെ ചില മേഖലകളിൽ അത് ബാധിക്കുമെങ്കിൽ പോലും അതിനൊരു മറുവശം ഉണ്ടാവും. എപ്പോഴും ജനാധിപത്യ മതേതരവാദികളായിട്ടുള്ള ആളുകൾ ഈ രാജ്യത്ത് ഇപ്പോഴും ഭൂരിപക്ഷമാണ്, അവർ റിയാക്ട് ചെയ്യും. ഈ CAയുടെ സർട്ടിഫിക്കറ്റ്സ് ഒരു പൂജാരി കൊടുത്തു എന്നൊക്കെ ഇവിടെ പറയുന്നത് കേട്ടു. സർട്ടിഫിക്കറ്റ് അല്ല, ആ. CAA സർട്ടിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾ അല്ല, ഹിന്ദു certificate മതാചാര കൊടുത്തു പ്രകാരമുള്ള ആളാണോ എന്ന് ഒരു പൂജാരിക്ക് സർട്ടിഫൈ ചെയ്യാം. അല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തു. പൂജാരിക്ക് സർട്ടിഫൈ സീമ, ചെയ്യാം. എന്താ ഒരു RSS സംഘടന, ആ സംഘടന സംഘടന NGO. NGOക്കും കൊടുക്കാം സർട്ടിഫിക്കറ്റ്. ശരി, എന്തായാലും ഇവിടെ ആ രീതിയിലല്ല ഈ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതോ എന്നുള്ളത് പറയാനും കൂടിയാണ് ഞാൻ ഒരു ഇടപെട്ടത്. അതായത് ഈ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഈ സിറ്റിസൺഷിപ്പ് വേണ്ടി അപേക്ഷിച്ചവരിൽ അതിൽ 14 പേർക്ക് ഈ ബുധനാഴ്ച, അതായത് ഇന്നലെ സർട്ടിഫിക്കറ്റ് കൊടുത്തതാണല്ലോ. ആ സർട്ടിഫിക്കറ്റ്സ് ഹാൻഡ് ഓവർ ചെയ്യുന്നത് അജയ് കുമാർ ഭല്ലെ എന്ന് പറയുന്ന ഹോം സെക്രട്ടറിയാണ്. ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. ഇനി സർട്ടിഫിക്കറ്റ് കിട്ടിയത് ആർക്കാണ് എന്ന് അറിയില്ല എന്ന് മാഡം പറഞ്ഞു. അതിൽ ഒരാളുടെ പ്രതികരണം വന്നിട്ടുള്ളതാണ്. അതൊരു +1 വിദ്യാർത്ഥി അടക്കമുള്ളവർക്ക് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതിൽ ഭാവനയുടെ പ്രതികരണം ഇങ്ങനെയാണ്: എനിക്ക് ഇനി തുടർന്ന് പഠിക്കുന്നതിന്, എനിക്ക് ഇവിടുത്തെ പൗരനായിക്കൊണ്ട് തന്നെ തുടർന്ന് പഠിക്കുന്നതിന് കഴിയുമെന്നുള്ളതിലാണ് ഞാനിവിടെ വന്നത് 2014 CAA പാസ് ചെയ്തപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. പാകിസ്ഥാനിൽ നിന്നാണ് ഭാവന വരുന്നത് കേട്ടോ. പാകിസ്ഥാനിൽ പെൺകുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്ത, നമ്മൾ മലാല യൂസഫ്സായിയെ കുറിച്ച് പറയുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഭാവനയെക്കുറിച്ചും പറയണം. ഇന്ത്യയിലേക്ക് വന്ന 2014 മുൻപ് വന്ന ഭാവനയ്ക്ക് ഇവിടെ ഇപ്പോൾ പുറത്തു പോകാൻ, അതുപോലെ തന്നെ പഠിക്കാൻ, പിന്നെ പാകിസ്ഥാനിലായിരുന്നപ്പോൾ ബുർഖ ധരിക്കണമായിരുന്നു തനിക്ക്, ഇന്ത്യയിൽ എനിക്ക് പഠിക്കാൻ പോകാം, ഞാനിപ്പോൾ +1 വിദ്യാർത്ഥിയാണ് എന്ന് പറയുന്നുണ്ട് ഈ ഭാവന. അപ്പോൾ ഈ ഭാവനയടക്കമുള്ള കുടുംബങ്ങൾ, അവർ പാകിസ്ഥാനിൽ നിന്ന് പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസ് ആണ്. അവർക്ക് പൗരത്വം കൊടുക്കുന്നതിന്, നേരത്തെ സാർ പറഞ്ഞത് വളരെ കൃത്യമായ ടേക്കാണ്, അതായത് അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കുന്നതിനെ എതിർക്കാനേ പാടില്ല എന്നുള്ളത് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു അല്ല. ഇതിപ്പോൾ ഈ പൗരത്വം കിട്ടിയ ആൾ പഠിക്കാൻ വരണമെങ്കിൽ വരാം, പക്ഷെ ഒരു ആമിനക്കും വേണം. സാർ, ഭാവന പഠിക്കരുത്. ആമിന ഇല്ലെങ്കിൽ ഭാവനയും, നമ്മൾ ഇത് ഒരിക്കൽ ചർച്ച ചെയ്തതാണെങ്കിലും ആമിന ഇല്ലെങ്കിൽ ഭാവനയും വേണ്ട എന്ന് പറയുന്നത് കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമപ്രകാരം അഭയാർത്ഥികളായ ആളുകൾക്ക് പൗരത്വം നൽകുന്നു. ആ പൗരത്വം നൽകുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം ഞങ്ങളുടെ ആൾക്കാർ കൂടി വരട്ടെ, അവർക്ക് കൂടി കൊടുക്കണം എന്ന് പറയുന്നിടത്താണ് വിഭജനം. കൃത്യമായ ഹിന്ദു മുസ്ലിം വിഭജനം വരുന്നത് അവിടെയാണ്. ഈ പാനൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർക്ക് കൊടുക്കരുത് എന്നൊരു അഭിപ്രായം ഇന്ത്യ രാജ്യത്ത് ഒരിടത്തും വന്നിട്ടില്ല. പകരം എന്താണ്, CAA കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മാനദണ്ഡം മതമാകരുത്. CAA ബില്ലിൽ 6 മതങ്ങളെക്കുറിച്ച് പറയുന്നത് ഒഴിവാക്കണം. ഈ ഒറ്റ കാര്യമുള്ളൂ. അതെന്താ ഒഴിവാക്കാൻ ബുദ്ധിമുട്ട്? സർ, ആ രാജ്യങ്ങളിലൊക്കെ ഏതാണ് ഭൂരിപക്ഷ മതം? പാകിസ്ഥാനിൽ ഭൂരിപക്ഷ മതം ഏതാണ്? അവിടെ പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്ന മൈനോറിറ്റി ഏതാണ്? അതാണ് പറഞ്ഞത്. അഹമ്മദിയെ കുറിച്ചുള്ള കൺസേൺ ഹിന്ദുവിനെ കുറിച്ചും പാഴ്സിയെ കുറിച്ചും
ഇവരും വേണമെന്നേ CA പറയുള്ളൂ. വേണ്ട എന്ന് ഇന്ത്യ പറയുമ്പോൾ മതം അവർ കൊണ്ടുവരുന്നത്. വേണ്ട എന്ന് അവരും തന്നെയാണ് വേണമെന്നേ പറയുന്നത്. പറഞ്ഞിട്ടുള്ളൂ. നോക്കൂ സുജയ, നിങ്ങള് വളരെ പുതിയ clear ആയി. വ്യാഖ്യാനം ഉണ്ടാക്കരുത്. നോക്കൂ സുജയ, വളരെ കൃത്യമായി ഇങ്ങനെ പറഞ്ഞൂടെ, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നിന്ന് മതപരമായ പീഡനം ഏറ്റുവരുന്ന എല്ലാ അഭയാർത്ഥികൾക്കും നമ്മൾ പൗരത്വം കൊടുക്കും. എന്താ പറഞ്ഞ കുഴപ്പം? അതിൽ തന്നെ പ്രോസിക്യൂട്ടഡ് മൈനോറിറ്റിയായി രാജ്യം ശരി, ആ രാജ്യം ഐഡന്റിഫൈ ചെയ്തതിന്റെ മൈനോറിറ്റി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പോകാൻ ഇന്ത്യ അല്ലാതെ മറ്റു രാജ്യങ്ങളുണ്ടല്ലോ, അവരെ സ്വീകരിക്കുന്ന മറ്റു ഈ രാജ്യങ്ങളുണ്ടല്ലോ. രാജ്യങ്ങളെ ഐഡന്റിഫൈ ചെയ്തതിന്റെ ഇന്ത്യ മാനദണ്ഡം ഇത്രയും എന്താണ്? വിഭാഗങ്ങളെ, ഈ അതായത് രാജ്യങ്ങളെ ഇന്ത്യയുടെ ഐഡന്റിഫൈ ചെയ്തതിന്റെ മാനദണ്ഡം എന്താണ്? ഈ മൈനോറിറ്റീസ് പറയട്ടെ സാർ, ഈ മൈനോറിറ്റീസ് ഇന്ത്യ പാക് വിഭജന കാലത്ത് അവിടെയായി പോയവരും അവിടെ അവിടെ പ്രോസിക്യൂട്ടർ ആയി മാറുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷമായി അതാണ് അവിടെ ഒരു നിൽക്കുന്ന ആണല്ലോ. പറയട്ടെ സാർ, പറഞ്ഞു പൂർത്തിയാക്കട്ടെ. പകുതിയിൽ വെച്ച് കയറി പിടിക്കാതെ മുഴുവൻ പറഞ്ഞു പൂർത്തിയാക്കാം. അതായത് മുസ്ലിമിനോട് തോന്നുന്ന ഈ അനുകമ്പയും സഹതാപവും ഒക്കെ ഉണ്ടല്ലോ, അത് ഈ ദുരിതം അനുഭവിക്കുന്ന ഹിന്ദുവിനോടും പാഴ്സിയോടും ജൈനനോടും സിഖിനോടും തോന്നണം സാർ. അതാണ് മനുഷ്യത്വം. സമ്മതിച്ചു. ഇന്ത്യ പാക് വിഭജന കാലത്ത് മുറിവേറ്റ അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കാൻ വേണ്ടിയാണ് സർക്കാർ ഇത് കൊണ്ടുവന്നത്. ഇന്ന് മോദി പറഞ്ഞത് അങ്ങനെ തന്നെയല്ലേ? ആണല്ലോ. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നവർ ഏത് വിഭജന കാലത്ത് കുടിയേറിയവരാ? അവിടെ അഫ്ഗാനിസ്ഥാനിൽ പ്രോസിക്യൂഷൻ നേരിടുന്നു എന്ന് തോന്നുന്ന ഇന്ത്യ പാക് വിഭജന കാലവും അഫ്ഗാനിസ്ഥാനും വിഭജനവും തമ്മിൽ എപ്പോഴെങ്കിലും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു അഫ്ഗാനിസ്ഥാൻ. എന്തിനാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് വണ്ടി പിടിക്കുന്നത്? ഞാൻ പിടിച്ചതല്ല. മോദി സർക്കാർ പിടിച്ച വണ്ടിയാണ് അഫ്ഗാനിസ്ഥാനിൽ. പാകിസ്ഥാനിൽ ഞാൻ പിടിച്ച വണ്ടിയല്ല. തൊട്ടപ്പുറത്ത് ശ്രീലങ്ക, തമിഴ്നാട്ടിൽ നിന്ന് 30 കിലോമീറ്റർ പോയാൽ ശ്രീലങ്ക ഉപേക്ഷിച്ച് പാകിസ്ഥാൻ അപ്പുറത്ത് കിടക്കുന്ന ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ പിടിച്ചത് ഞാനല്ല, മോദി സർക്കാരാണ് സാർ. അഹമ്മദിയയ്ക്ക് കൊടുത്താലേ ഭാവനയ്ക്ക് കൊടുക്കാവൂ എന്നുള്ള ആ യുക്തി നിലനിൽക്കില്ല സാർ. ശരി. ഭാവനയുടെ കഥ പറഞ്ഞപ്പോ ഭാവനയുടെ കഥയല്ല, ഭാവനയ്ക്ക് സർട്ടിഫിക്കറ്റ് എടുത്ത കാര്യം പറഞ്ഞപ്പോ ഒരു പേരും കൂടി ഓർമ്മിക്കണം സുജയ. പേര് ലാബ് ശങ്കർ മനോഹരി. ആരാണെന്നറിയാം? മഹേശ്വരി. ലാബ് ശങ്കർ മഹേശ്വരി 2023 ഗുജറാത്തിലെ ATS അറസ്റ്റ് ചെയ്തു. ആരാണ് ലാബ് ശങ്കർ മഹേശ്വരി? താരാപൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് കച്ചവടം നടത്തിയിരുന്ന ഒരു വ്യവസായി. ഇയാൾ 1999 വന്ന ഒരു ഹിന്ദു. അദ്ദേഹം വന്നത് എന്തിനാണ്? ഭാര്യയ്ക്ക് വന്ധ്യതാ ചികിത്സ നടത്താൻ. അയാൾ ഇവിടെ ചെയ്തിരുന്ന പണി എന്താണെന്നാണ് ഗുജറാത്ത് ATS കണ്ടെത്തിയെന്നറിയാമോ? പാകിസ്ഥാൻ ഇന്ത്യൻ വിവരങ്ങൾ ചോർത്തിക്കൊടുത്ത ആൾക്ക് 2005 അതായത് ഈ പറയുന്ന CA വരുന്നതിന് മുമ്പ് വോട്ട് കൊടുത്തതാണ്. മതം നോക്കിയാണ് നിങ്ങൾ വോട്ട് കൊടുക്കുന്നതെങ്കിൽ, സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതെങ്കിൽ, നിങ്ങൾ വ്യക്തികളെ അല്ല നിങ്ങൾ പരിഗണിക്കുന്നതെങ്കിൽ അപകടം എന്താണ്? അത് ഹിന്ദുവിലും ഉണ്ടാവാം സ്പൈ എന്ന് തെളിയിച്ചാലാണ് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം പൗരത്വത്തിന് മതം ഒരു മാനദണ്ഡമായിരുന്നില്ല. അത് ഏതെങ്കിലും ഒരു സർക്കാർ ചെയ്താൽ അത് ഭരണഘടനയോട് മാത്രമല്ല ഇന്ത്യ എന്ന ആശയത്തോടുള്ള വെല്ലുവിളിയാണ് എന്നതാണ് ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ആശയം. എന്റെയും വ്യക്തിപരമായ ടേക്ക് അതാണ്. ദാറ്റ്സ് മൈ ഫൈനൽ ടേക്ക്. രാജ്യത്തിന്റെ ആശയം അതാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ബംഗാൾ പിടിക്കുമോ ഇന്ത്യ മുന്നണി എന്നതായിരുന്നു ചോദ്യം. 3 പേരും ബംഗാൾ പിടിക്കാനാണോ CA എന്നതായിരുന്നു ചോദ്യം. 3 പേരും യെസ് എന്ന് പറയുന്നു, ഒരാൾ മാത്രം നോ. താങ്കൾ പറഞ്ഞ ആദ്യത്തെ കാര്യം കറക്റ്റാണ്. ബംഗാൾ പിടിക്കാൻ ഇന്ത്യ മുന്നണിയാണ് CA ആയുധമാക്കുന്നത്, NDA അല്ല. Meet the editors.